ഞാനൊരു ആതുരാലയം തുടങ്ങി കൊല്ലം ജില്ലയുടെ കടയ്ക്കൽ. അത് നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള ചില ശത്രുക്കൾക്ക് കയ്യിൽ ഒരു വടി കൊടുക്കലാണെന്നറിയാം. ഒരു വടിയല്ല, ഒരു 100 വടി കൊടുത്തതാണെന്ന് കരുതിക്കോ. അടിക്കട്ടെ, പരിഹസിക്കട്ടെ, പക്ഷേ ഞാനിന്ന് അഭിമാനിക്കുന്ന അവിടെ ചെല്ലുമ്പോൾ ആരും നോക്കാനില്ലാത്ത വഴിയിൽ കിടന്നവരെ പൂർണ്ണമായും പൊന്നുപോലെ കൊണ്ടുവന്നവരെ നോക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചിട്ട് ബാബു എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനെ കാല് മുറിച്ചിട്ട് ആരും നോക്കാനില്ല, തളർന്നുപോയി. ഞങ്ങൾ ഇങ്ങനൊരു ആതുരാലയം തുടങ്ങി നടന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പോയി കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഇന്നൊരു വലിയ ഓപ്പറേഷൻ നടന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ട് 1 മാസമായി. നമ്മളതൊക്കെ നോക്കി. അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. തിരിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അന്ന് ഈ ആതുരാലയത്തിലേക്ക്, ഈ സ്നേഹസാഗരം ഫൗണ്ടേഷനിലേക്ക് ആ രോഗിയെ തന്ന ഡോക്ടർ അദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു, നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, എന്താ ഇപ്പൊ ഇവിടെ രണ്ടാമത് വന്നത്? ഒരു ഓപ്പറേഷനാണ്. ആരാ നടത്തുന്നത്? വീട്ടുകാരും? അല്ലല്ല, അത് ഉസ്താദും കൂട്ടുകാരും തന്നെയാണ്. ഡോക്ടർ പറഞ്ഞു അത്രേ. തിരിച്ച് രോഗികളെ കിട്ടിയാൽ പിന്നെ അവിടെ കിടക്കട്ടെ, അങ്ങനെ പഴച്ചു വെക്കോളും, ഭക്ഷണമൊക്കെ കൊടുക്കല്ലേ എന്ന് കരുതിയതല്ല. അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് കൂടെ നിന്നിട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞു, ഇതിനുമായി ബന്ധപ്പെട്ട സർവ്വ മരുന്നുകളും എന്റെ വക. ഒരു ഹൈന്ദവ സഹോദരനാണ്. എത്രയോ ആതുരാലയങ്ങൾ കേരളത്തിൽ കൂടുതലും നടത്തുന്നത് ഇവിടെ ഇരിക്കുന്ന ഫാദർ മാത്യൂസിന്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. അവിടെ ശവക്കല്ലറകളിൽ സുലൈഖ എന്ന, ആമിന എന്ന പേരുള്ള ഖബറുകൾ കാണുമ്പോ ചങ്ക് പൊട്ടിപ്പോകും. നമ്മളെന്തേ ഇങ്ങനെ അന്ധത ബാധിച്ചവരായി പോയി? നബീസ എന്ന് പറയുന്ന 53 വയസ്സുള്ള ഒരു ഉമ്മയെ ഒരാതുരാലയത്തിൽ നിന്ന് MC റോഡിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോയി. രാത്രിയിൽ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ വരുന്നത് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളല്ലേ ഏറ്റെടുക്കേണ്ടത്, നമ്മളല്ലേ ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞു, ഒരു ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് 15 വർഷമായ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് കാലില്ല, കാല് ചെറിയ കാലാണ്, ശരീരമൊക്കെ വലിയ രോഗമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ തിരിച്ചു പോകുമായിരുന്നു എന്റെ മതത്തിലേക്ക്. നമ്മൾ ആരോട് സമാധാനം പറയും എന്റെ പ്രിയപ്പെട്ടവരെ? ഒരാഴ്ച മുമ്പ് നടന്നതാണ്. എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഉമ്മ 1 വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കും. 4 വയസ്സുള്ള മോള് കൂടെയുണ്ട്. ഞാൻ എന്റെ വീടിന്റെ പുറകിൽ ഇച്ചിരി വീടിന്റെ തൊട്ടു പുറകിൽ പച്ചക്കറിയും വെണ്ടക്കയും പാവയ്ക്കും അതൊക്കെ വേണം, കൃഷി വേണം, ആരോഗ്യം നോക്കണം, വിയർക്കണം, ഒക്കെ ചെയ്യണം. അത് സുന്നത്താണ്. അത് വളരുമ്പോൾ അത് ദുആ ചെയ്യും. തമാശ അല്ലത്. അതിന് വെള്ളമൊഴിച്ചാൽ പ്രാർത്ഥനയുണ്ട്. പ്ലാസ്റ്റിക് അല്ല നമ്മൾ വളർത്തേണ്ടത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ വേഷമായിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ വാഹനം ഓടിക്കുന്ന സഹോദരനോട് പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട്, പിരിവിനാണ് വന്നതെങ്കിൽ അകത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന കുറച്ച് കാശുണ്ടാവും, അതിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോ ആ സഹോദരൻ വന്നിട്ട് സങ്കടത്തോട് പറഞ്ഞു, സ്ഥലം ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല, നിങ്ങൾ തന്നെ ഒന്ന് വന്ന് സംസാരിക്കണം. ഞാൻ അങ്ങനെ ചെന്നു. അള്ളാഹു എന്റെ ജീവിതത്തിൽ, എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സങ്കടം എന്റെ പ്രിയമുള്ളവരെ ഞാൻ കേട്ടിട്ട്. നമ്മളൊക്കെ അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്തവരാ നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഉമ്മ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു. 3 വയസ്സുണ്ടായിരുന്ന ഒരു മകൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു. ഇപ്പോ 4 വയസ്സുള്ള ഒരു മോളെ കൊണ്ടുവന്നു. അവൾക്ക് RCCയിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലഡ് ക്യാൻസറാണ്. 1 വയസ്സിനകത്ത് പ്രായമുള്ള നല്ല ഒരു കുഞ്ഞുമോൻ, ചെമ്പിച്ച മുടിയൊക്കെയുള്ള, നല്ല രസമുണ്ട് കാണാൻ. അവന് ഉസ്താദെ അതിന്റെ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യൂല. ഉസ്താദിന് കുറെ പ്രതിസന്ധിയുണ്ട്. ഉസ്താദ് ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങി, അതൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഉസ്താദിന്റെ കൂട്ടുകാരെങ്കിലും ജോലി ചെയ്യുന്ന ഒരു പള്ളിയിലേക്ക് ഉസ്താദ് ഒരു കത്തെഴുതി തന്നാൽ ഒരു പള്ളി കമ്മിറ്റിക്കാരും ഒരു പള്ളിയിലെ ഖത്തീബും എന്നെ തഴയൂല. ഉസ്താദ് എഴുത്തരണം. സത്യം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് അകത്തുനിന്ന് വെള്ളം കൊണ്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ, ഈ 1 വയസ്സിനകത്ത് പ്രായം വരുന്ന കുഞ്ഞി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയിങ്ങനെ ചായ്ക്കുമ്പോ ആ പെങ്ങള് പറയാണ്, കുപ്പിയിൽ ഇച്ചിരി പാലുണ്ടായിരുന്നത് പിരിഞ്ഞു പോയത് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അകത്തുനിന്ന് എന്റെ ഭാര്യ രാവിലത്തെ കുറച്ച് നാസ്തയും ഭക്ഷണവും കറിയൊക്കെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൊണ്ടൊന്ന് കൊടുത്തപ്പോ അവര് ഓട്ടോ വിളിച്ച് വന്നു ചിറയെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന്. ആ ഓട്ടോക്കാരൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആനടിച്ചപ്പോ ഉസ്താദെ പൊതിഞ്ഞു തന്നാ മതി, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം.
പൊതിയുമ്പോ പിന്നെ കുറച്ച് കൂടുതലാവട്ടെ എന്ന് പറഞ്ഞൊരു ആപ്പിളും ഒരു ഓറഞ്ചും ഒക്കെ എടുത്ത് വെച്ചിട്ട് പൊതിഞ്ഞപ്പോ അതൊരു കവറിലിട്ടപ്പോ ഈ 4 വയസ്സുള്ള മോള് കവറിനകത്ത് കിടക്കുന്ന ആപ്പിൾ കണ്ടിട്ട് പറഞ്ഞെന്താന്നറിയോ? ഹായ് ആപ്പിൾ എന്ന് പറഞ്ഞു. അല്ലാഹുവേ, സത്യത്തിൽ വല്ലാഹി ഒക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ മക്കളും സ്വർഗ സുഖമാണ് ഈ ദുനിയാവിൽ അനുഭവിക്കുന്നത്. അല്ലാഹു ഒന്നും നമുക്ക് തന്നിട്ടില്ല, ഒരു കഷ്ടപ്പാട് പടച്ചോ നമുക്ക് തന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ കരയിപ്പിച്ച് ഇവിടുത്തെ മദ്രസയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ഒരാളും ഒരു നാളെ തൊട്ട് കൊടുക്കേണ്ട പ്രിയപ്പെട്ടവരാ മദ്രസയ്ക്ക്. ഞാൻ അതിനല്ല പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരു കടലാസ് എടുത്ത് കത്തെഴുതി. നവാസ് മന്നാനി മാത്രമേ ഉള്ളൂ സിറ്റിയിലെ ഒരു ഇമാമായിട്ട്. ഞാൻ എഴുതിയിട്ട് പറഞ്ഞു, ആരെയും നിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല. കാരണം അത് അങ്ങനെ ചെയ്യുമ്പോൾ നിനക്കൊരു മാനസികമായ വിഷമം വന്നാലും, പക്ഷെ ഇത് എന്നെ കൊണ്ട് കഴിയുന്നില്ല. എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തു. പിന്നെ കുറെ കാശ് ഞാനിപ്പോ എത്ര എന്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു തന്നാലും അതിന്റെ നേർപകുതി ഈ ആതുരാലയത്തിന് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ അവിടെ ഓപ്പറേഷനും ചികിത്സയും, അതുകൊണ്ട് ഒരുപാട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ സഹിക്കുന്നില്ല. ആ പെങ്ങള് പറഞ്ഞു, ഉമ്മൻചാണ്ടി ആരെയും വിളിച്ചു പറഞ്ഞിട്ട് സ്കാനിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു ഉസ്താദേ, അതുകൊണ്ട് ഞാൻ പോവാണ്, ഒരു കത്ത് വേണം. കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു കത്ത് നവാസ് മന്നാനിക്ക് എഴുതി. ഞാൻ എഴുതിയത് കൊണ്ടും എഴുതിയതിന്റെ ആ അക്ഷരങ്ങളിലുള്ള ചില സങ്കടങ്ങൾ ഉള്ളത് കൊണ്ടും ആ പ്രിയപ്പെട്ട പെങ്ങൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വെള്ളിയാഴ്ച 1.5 ലക്ഷം രൂപ ഒരു ജുമഅക്ക് മന്നാനി അവിടെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തു എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ സത്യത്തിൽ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. ഇപ്പോഴും അങ്ങനത്തെ ജനങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾക്കല്ല, ഒരു വയസ്സിനകത്ത് പ്രായം വന്ന കുഞ്ഞിന് പോലും അതിന്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവരതിനെ ഗവൺമെന്റായി കണ്ടിട്ട് അവരെ പരമാവധി ചികിത്സിക്കാനും നോക്കാനും വേണ്ടി ആ പെങ്ങൾ തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ലേ? നമ്മളെ വീട്ടിലോ മോളെ ഇച്ചിരി പാല് കുടിച്ചിട്ട് പോടിയെന്ന് പറഞ്ഞാ വേണ്ട മമ്മി, ഭക്ഷണം പാഴിക്കളയുന്നു, പട്ടിക്ക് കൊടുക്കുന്നു, പൂച്ചയ്ക്ക് കൊടുക്കുന്നു, അതിന് പുണ്യം കിട്ടും. പക്ഷേ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുന്ന ഭക്ഷണത്തളികൾക്ക് ഭക്ഷണത്തിന് ആരാണ് പുണ്യം തരിക? മോള കല്യാണത്തിന് പേരിനും പെരുമയ്ക്കും വെച്ച് വിളമ്പിയിട്ട് മണ്ണ് വാന്തി കുടിച്ചിടുന്ന ബിരിയാണിയുടെ ചോറ് നാളെ നമ്മുടെ നരകപ്രവേശനത്തിന്റെ ടിക്കറ്റാണ് മറക്കുന്നത്. കുറച്ചൊക്കെ നമ്മൾ താഴണം, എങ്കിലേ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും. ലോകത്ത് അള്ളാഹു ഇങ്ങനെ കുറെ പാവപ്പെട്ടവർക്ക് മക്കളിലൂടെ കുടുംബത്തിലൂടെ ഈ കഷ്ടപ്പാട് കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയുന്ന നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണം. അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ്, പടച്ചവനും എന്തിനും കഴിവുള്ളവനാണ്. ആ കുടുംബത്തിന് 3-4 ആളുകൾക്ക് അള്ളാഹു ആ രോഗം കൊടുത്തെങ്കിൽ അവരെ ശരീരത്തിന്റെ ബ്ലഡിലൂടെ ഓടുന്ന അണുക്കളുണ്ടല്ലോ, ആ അണുക്കളിൽ നിന്ന് ഒന്നിനെ തന്നാ മതി. തോട്ടുമുഖത്തെ ഉമ്മ, പിന്നെ നമ്മളില്ല, നമ്മുടെ ജീവിതമില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പിന്നെ നമ്മുടെ ജീവിതമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ പറയുന്നതെന്താ? ഒരു വാപ്പയും തന്റെ മോന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയോ? നിന്റെ മക്കൾക്ക് നീ കൊടുക്കേണ്ടുന്ന, നിന്റെ മക്കൾക്ക് നീ അറിയിച്ചു കൊടുക്കേണ്ടുന്ന രണ്ടാമത്തെ വിലപ്പെട്ട സമ്മാനം എന്തെന്നറിയോ? അത് അദബാണ്, 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 അദബാണ്. അഫ്ളല മിൻ അദബിൻ ഹസനി, നല്ല മര്യാദയാണ്, നല്ല മര്യാദയാണ്. ആരോടെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുക. അള്ളാഹുവിലേക്ക് എങ്ങനെ പള്ളിയിൽ പോകുമ്പോഴെങ്ങനെ, വസ്ത്രം ധരിക്കുമ്പോഴെങ്ങനെ, സംസാരിക്കുമ്പോഴെങ്ങനെ, ഭക്ഷണം കഴിക്കുമ്പോഴെങ്ങനെ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടല്ലേ പറഞ്ഞു കൊടുത്തത്, യാ ഉലാ സമ്മില്ലാഹ ഫകുൽ ബിയമീനിക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ, ചെറിയ പ്രായമായതുകൊണ്ട് ആർത്തിയോടെ വാരി കഴിക്കുമ്പോ, സമ്മില്ലാ, അള്ളാന്റെ പേര് പറമോനെ എന്ന് പഠിപ്പിച്ചോ നബി മുഹമ്മദ് മുസ്തഫ. തീരുമാനിക്കണം, ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാറ് എന്റെ മക്കൾ ആരും ഒരു നുള്ള
ഭക്ഷണം കഴിക്കൂല, ഒരു തുള്ളി വെള്ളം കുടിക്കൂല. അത് ശീലിപ്പിക്കണമുമ്മ, അത് ശീലിപ്പിക്കണമുമ്മ. അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ശീലമാകുന്നത്. നിങ്ങൾ ഒന്ന് ചെയ്ത് മറ്റൊന്ന് മക്കളെ പഠിപ്പിക്കലല്ല. അവര് മദ്രസയിൽ പഠിച്ച മര്യാദയുണ്ടല്ലോ, നിന്റെ വീട്ടിൽ വന്ന് പ്രാവർത്തികമാക്കണമെങ്കിൽ എന്റെ ഉസ്താദ് പറഞ്ഞതാണല്ലോ, എന്റെ ഉമ്മ ചെയ്യുന്നതെന്നാ മക്കൾക്ക് തോന്നലുണ്ടാകുമ്പോഴാണ് അതരക്കിട്ടുറപ്പിച്ച പോലെ കൽബിലിരിക്കുന്നതാ. മരണപ്പെട്ടു പോയ എന്റെ പൊന്നുമോ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിരുന്നവനാ, കഴിച്ചു തീർന്ന് അൽഹംദുലില്ലാ പറഞ്ഞിരുന്നവനാ, ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദിക്ർ പറഞ്ഞിരുന്നവനാ, വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദിക്ർ പറഞ്ഞിരുന്നവനാ, പഠിക്കാനിറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ പറഞ്ഞിരുന്നവനാ, വൈകുന്നേരമാകുമ്പോ യാസീൻ ഓതിയിരുന്നവനാ. നമ്മുടെ മക്കൾക്ക് ഒരു കുറവും വരുത്തണ്ട. എന്റെ വീട്ടിലെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ നിങ്ങൾ ചൊല്ലണമെന്ന് പറഞ്ഞ പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ നിരന്തരം നിങ്ങളെ വീട്ടിൽ ഓതണമെന്ന് പറഞ്ഞ ആ മജ്ലിസിൻ നൂറിന്റെ മനോഹരമായ ബൈത്ത് മനപ്പാഠമാക്കി കൂടെ ചെല്ലുന്നവരാണ്. എല്ലാ ബലാവും ആപത്തു ഇടങ്ങേറുകൾ മൂസീബത്തു ബദിരീങ്ങളെ ബറക്കത്തിന എമ്മൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആധുനിക കാലഘട്ടത്തിന്റെ കോമാളിത്തരങ്ങള് ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന മുസ്ലിം വീടിന്റെ മുകളിൽ ഈമാൻ കൊണ്ടൊരു പന്തലൊരുക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിക്കാൻ പറ്റുന്ന, അല്ലാഹുവിനെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഇബാദത്തിന്റെ ആരാധനയുടെ സൽക്കർമ്മത്തിന്റെ പുണ്യത്തിന്റെ ഒരു വാതിൽ നിന്റെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട ഏറ്റവും മഹാനായ ഉപ്പയാണ് ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തതെന്നറിയോ? കൊടുത്തതിൽ വെച്ച് ഏറ്റവും മഹത്താര ഉപദേശത്തിന്റെ ഒരു വാക്കുണ്ട്. ഇന്ന ദുനിയാ ബഹറുൻ അമീക് തകുൻ സഫീനതുക ഫീഹാ തഖ്വല്ലാഹ്. പൊന്നുമോനെ, പൊന്നുമോനെ, ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ദുനിയാവെന്നതൊരു സമുദ്രമാണ് മോനെ, ദുനിയാവെന്നതൊരു സമുദ്രമാണ്. തകുൻ സഫീനതുക ഫീഹാ, ആ സമുദ്രത്തിന്റെ മുകളിൽ മോനെ നീ ഒരു കപ്പൽ ഉണ്ടാക്കുക. ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്ന വാപ്പാ, തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഉമ്മ, ദുനിയാവാകുന്ന സമുദ്രത്തിന്റെ മുകളിൽ ഒരു കപ്പൽ ഉണ്ടാക്കുക. തഖ്വല്ലാഹ്, ആ കപ്പലിന്റെ പേര് തഖ്വ എന്നാക്കണമെന്ന് ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ തഖ്വയിൽ നിങ്ങളുടെ മക്കൾ ജീവിച്ചാ പിന്നെ പരീക്ഷണത്തിൽ പതറൂല, പിന്നെ പ്രതിസന്ധിയിൽ ചിതറൂല. ഇനിയുമുണ്ടല്ലോ പഠിപ്പിക്കാ. ആരംഭ റസൂൽ ലോകത്ത് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, ഈ തഖ്വ പറഞ്ഞിട്ടാണ് അത് വിശദീകരിക്കേണ്ടത്. ഈ തഖ്വ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, അവര് തളരാതെ മുന്നേറിക്കൊള്ളും. കാരണം എന്താ? ഈ തഖ്വ കൊണ്ടാണ് പരലോകത്ത് വിജയമുള്ളത്. വൽ ആഖിബത്തുൽ മുത്തഖീൻ, ആ മുത്തഖീങ്ങൾ തഖ്വയുടെ അഹ്ലുകാരാണ്, ആളുകളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തളരണ്ട, എന്റെ കൂട്ടുകാരെ പിളരണ്ട. അല്ലാഹു എന്ത് തന്നാലും സഹിക്കാനൊരു മനസ്സ് വെച്ചുകൊള്ളുക. പക്ഷെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് ക്യാൻസർ കൊടുത്തതുപോലെ ഒരു പക്ഷേ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയണമെന്നില്ല. എന്നാലും തളരണ്ട. കണ്ണൂർ ജില്ലയില് 2 മക്കളല്ലേ പള്ളിയിലെ പൊതു കൊടുക്കുന്ന ഹൗദിൽ വീണ് മരിച്ചുപോയത്. ആ ഉമ്മ ജീവിക്കുന്നില്ലേ? ആ ഉമ്മ ഇപ്പോഴും നിസ്കരിക്കുന്നില്ലേ? ആ ഉമ്മ ഇപ്പോഴും ഖുർആൻ ഓതുന്നില്ലേ? വേദനയോടെ പ്രസവിച്ച 2 മക്കള് ഉമ്മയോട് വഴക്കിട്ടിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അസ്ർ നമസ്കാരത്തിന് സമയമായപ്പോ അവിടെയൊക്കെ ഹൗദിന് പകരം വലിയ വലിയ കുളമാണ് കെട്ടിയിട്ടുള്ളത്. ഒരുപാട് സ്റ്റെപ്പുകളുള്ള കുളത്തിൽ ഇറങ്ങിയിരുന്നിട്ട് ആ മക്കൾ ഒതു കൊടുക്കുമ്പോ 4 വയസ്സുള്ള പൊന്നാര അനുജൻ അതിന്റെ അകത്തേക്ക് വീണു പോവുകയാണ്. കരയിൽ നിൽക്കുന്നവൻ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് കൈയിട്ട് കൊടുത്ത്, പൊന്നുമോനെ പിടിക്കടാ, ഇക്കാന്ന് വിളിച്ച് താണു പോകുമ്പോ കൂടെ ഇറങ്ങി സ്നേഹം കൊണ്ട് 2 മക്കളും ആ കുളത്തിലേക്ക് താണുപോയി. ആ പ്രിയപ്പെട്ട മക്കളെ മയ്യത്ത് കൊണ്ടുവന്ന് വേദനയോടെ പ്രസവിച്ച് മോനെ എന്ന് പറഞ്ഞ് വാരിയെടുത്ത് മുത്തം കൊടുത്ത ഉമ്മാടെ മുമ്പ് കൊണ്ട് കിടത്തുമ്പോ ആ ഉമ്മയും നിന്റെ നാട്ടിലോ നിന്റെ രാജ്യത്താണ് പെണ്ണെ
ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരും പറയുന്നു അൽഹംദുലില്ലാഹ്. അവരും സ്വതക്ക ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. തളരാൻ പാടില്ല, ഉറച്ച മനസ്സോടെ മുന്നേറുക. പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ നിങ്ങൾ മറക്കല്ലേ.